തിരുവനന്തപുരത്ത് സീറ്റ് കിട്ടാത്തതിനെ ചൊല്ലി ആത്മഹത്യയുണ്ടായിരിക്കുന്നു. തൃക്കണ്ണാപുരം വാർഡിൽ ബി.ജെ.പി. പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയാണ് ആത്മഹത്യ ചെയ്തത്. സീറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്താണ് ആത്മഹത്യ എന്നാണ് പുറത്തുവരുന്ന വിവരം. അൻഫ്രിഡ് ഡിസൂസ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി നൽകും. അൻഫ്രിഡ്, നേരത്തെ സൂചിപ്പിച്ച പോലെ ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ RSSനെതിരെയൊക്കെ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പ്. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അഖില, 5 മണിയോടുകൂടിയാണ് ഈ ആനന്ദ് വീട്ടിനടുത്തുള്ള ഒരു ഷെഡിലാണ് ആത്മഹത്യ ചെയ്തത്. അതായത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നു. നേരത്തെ തന്നെ ഈ ആനന്ദ് തൃക്കണ്ണാപുരം വാർഡിലെ മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ പട്ടിക പുറത്തു വന്നപ്പോൾ ആദ്യത്തെ 67 പേരുടെ പട്ടിക, ഒന്നാംഘട്ട പട്ടികയാണ് ബി.ജെ.പി. പുറത്തുവിട്ടത്. ആ പട്ടികയിലൊന്നും തന്നെ തൃക്കണ്ണാപുരം വാർഡിൽ ഈ ആനന്ദ്, അതായത് ആനന്ദ് കെ തമ്പിയെ സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞിരുന്നില്ല. പകരം ഒരു വിനോദ് കുമാറാണ് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് ഇതിൽ ആനന്ദ് അവിടെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം തന്നെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ പോസ്റ്റർ ഒട്ടിക്കുകയും താൻ സ്വതന്ത്രനായി മത്സരിക്കുന്നുവെന്ന് എഴുതി പ്രചാരണം നടത്തുകയും പോസ്റ്റർ ഒട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. സ്വതന്ത്രനായി മത്സരിക്കാനായി തീരുമാനിച്ചു. പക്ഷേ അതിനുശേഷമാണ് ഈ ആനന്ദ് കുമാർ ഇന്ന് വൈകിട്ട് അപ്രതീക്ഷിതമായി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. 5 മണിയോടുകൂടി ആത്മഹത്യ ചെയ്തു. വീടിന് തൊട്ടടുത്തുള്ള ഒരു ഷെഡിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതിനു മുൻപ് തന്നെ സുഹൃത്തുക്കൾ വാട്സപ്പ് സന്ദേശം വെച്ച് ആ സന്ദേശത്തിൽ ബി.ജെ.പി. CPM പ്രവർത്തകരെ, പ്രാദേശിക ബി.ജെ.പി. CPM ബി.ജെ.പി. RSS നേതൃത്വത്തെ പേരെടുത്തു പറഞ്ഞ്, ആ പ്രാദേശിക നേതാക്കളെയൊക്കെ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചുകൊണ്ടാണ് ഈ ആത്മഹത്യാക്കുറിപ്പ്. അതായത് തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള കാരണം തൃക്കണ്ണാപുരം വാർഡിലെ ബി.ജെ.പി. ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ, നിയോജക മണ്ഡല കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSSലെ നഗർ കാര്യവാഹക് രാജേഷ് എന്നിവർ ഒരു മണ്ണ് മാഫിയക്കാരാണ്. അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന് ഒരാൾ വേണം. അതിനുവേണ്ടി ഒരു മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഈ രീതിയിലുള്ള കടുത്ത വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വാട്സപ്പ് സന്ദേശമാണ് അദ്ദേഹം സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചത്. പിന്നെ താൻ ബി.ജെ.പി. RSS ഒരു RSS പ്രവർത്തകനാണ്, അത് തൻ്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റാണ്, ഇങ്ങനെയൊക്കെ രീതിയിൽ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമൊക്കെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. ഇത് കണ്ട ഉടനെ തന്നെ സുഹൃത്തുക്കൾ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തിയാണ് ഈ ആനന്ദിനെ തൊട്ടടുത്തുള്ള SK ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അതീവ ഗുരുതരാവസ്ഥയിലാണ് കൊണ്ടുവന്ന അല്പം മുമ്പ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ SK ആശുപത്രിയിൽ എല്ലാവരും ഉണ്ട്. ബി.ജെ.പിയുടെ പ്രാദേശിക പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, പ്രാദേശിക നേതാക്കളൊക്കെ തന്നെയും. അതോടൊപ്പം തന്നെ ബന്ധുക്കളും ഇവിടെ ആശുപത്രിയിലുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഭൗതിക ശരീരം ഇപ്പോൾ ഈ SK ആശുപത്രിയിലുണ്ട്. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. കാരണം ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അങ്ങനെ അത് അല്പം കഴിയുമ്പോൾ ഇവിടെ നിന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകും. എന്നാൽ ബി.ജെ.പി. നേതാവ് ഇദ്ദേഹം പറയുന്നത് താൻ വളരെയേറെ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു, പക്ഷേ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ല. സ്വതന്ത്രനായി മത്സരിക്കുമ്പോഴും തനിക്ക് പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. ആ സമ്മർദ്ദം താങ്ങാൻ വയ്യാതെയാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ കുറിപ്പൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. മാത്രമല്ല ആ കുറിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട്, താൻ മരിച്ചാൽ തന്നെ എവിടെ വേണമെങ്കിലും ശവശരീരം കുഴിച്ചിട്ടോളൂ, പക്ഷേ ബി.ജെ.പിക്കാരോ RSSകാരോ ആരും തന്നെ തൻ്റെ മൃതദേഹം കാണാൻ ആരെ അനുവദിക്കരുത്. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ഈ സംഘം പ്രവർത്തനവുമായി ചേർന്നുള്ള സാമ്പത്തിക ഇടപാടും അതിൽ ആ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ തന്നെയും, സാമ്പത്തികമായ തട്ടിപ്പും ആ ആരോപണങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ബി.ജെ.പി. സംബന്ധിച്ച് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്, ബി.ജെ.പിയുടെ നേതാക്കൾ പറയുന്നത്, ഈ ആനന്ദിന് ഒരിക്കലും പോലും സ്ഥാനാർത്ഥിയാകണമെന്ന് ബി.ജെ.പിയുടെ ഒരു ഘടകത്തിൽ പോലും അത്തരത്തിലുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നത് തൃക്കണ്ണാപുരത്തെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നാണ് സ്ഥാനാർത്ഥി പട്ടിക വന്നത്. ആ മണ്ഡലം കമ്മിറ്റി തന്ന സ്ഥാനാർത്ഥികളുടെ ആ പട്ടിക അനുസരിച്ചാണ് ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പട്ടികയെ പ്രഖ്യാപിച്ചത്. ആ മണ്ഡലം കമ്മിറ്റി തന്നത് തൃക്കണ്ണാപുരത്ത് ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റി തന്നപ്പോൾ ആനന്ദിന്റെ പേര് അവർ തന്നിരുന്നില്ല. അവിടെ നിന്ന് ലഭിച്ച പേര് വിനോദ് കുമാറിന്റെ പേരാണ്. അതുകൊണ്ട് തന്നെ ആനന്ദിന് ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാണും. പക്ഷേ തങ്ങൾ പാർട്ടിയിൽ ആ രീതിയിലുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ബി.ജെ.പി. നേതാക്കൾ പറയുന്നത്. എന്തായാലും ഈ ആത്മഹത്യയും ബന്ധപ്പെട്ട് ഔദ്യോഗിക രീതിയിൽ ബി.ജെ.പിയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, നേതാക്കളുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ ഇതുവരെ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. കുറേ കഴിയുമ്പോൾ പ്രതികരണം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി.ജെ.പി. സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ബി.ജെ.പിക്ക്. തിരിച്ചടിയിൽ വലിയൊരു ആഘാതം ഉണ്ടായിരിക്കുന്നു. കാരണം ഇത് ഈ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ബി.ജെ.പി. സംബന്ധിച്ച് രണ്ടാമത്തെ ബി.ജെ.പി. പ്രചാരണത്തിനായി പടിവാതിൽക്കൽ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സമയത്താണ് തിരുമല കൗൺസിലർ ആയിരുന്ന അൽകുമാറിന്റെ മരണമുണ്ടായത്.
തിരുമല അന്ന് മരണത്തിൽ അദ്ദേഹം സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട വായ്പാ കടബാധ്യതയുടെ പേരിലൊക്കെ എഴുതി ആത്മഹത്യക്കുറിപ്പ് തയ്യാറാക്കി വെച്ച ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പോഴൊക്കെ BJP പ്രതിരോധത്തിലായിരുന്നു. എന്നാലും അതിൽ നിന്നൊക്കെ ആ പ്രതിരോധമൊക്കെ ഒരുവിധം ഒന്ന് കരകയറി വന്നപ്പോഴാണ് BJPയുടെ മുൻ വക്താവായിരുന്ന MS കുമാർ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വീണ്ടും BJP നേതൃത്വത്തെ വെട്ടിലാക്കിയത്. താനും ആത്മഹത്യ ചെയ്ത കൗൺസിലറുടെ അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന രീതിയിൽ MS കുമാർ വീണ്ടും രംഗത്ത് വരികയൊക്കെ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കടക്കുന്ന വേളയിലായിരുന്നു. അതൊക്കെ തന്നെയും BJP പ്രവർത്തക നേതൃത്വം അത് ഒരുവിധം തന്നെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇറങ്ങി പ്രചാരണം ഏറെക്കുറെ മൂർധന്യാവസ്ഥയിലേക്കൊക്കെ എത്തുന്ന വേളയിലാണ് വലിയ രീതിയിലൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു ആഘാതം BJPക്ക് ഉണ്ടായിരിക്കുന്നു. ഒരു പ്രവർത്തകൻ അത് ആത്മഹത്യാക്കുറിപ്പ് വ്യക്തമായി എഴുതി വെച്ചാണ് സീറ്റ് നിഷേധിച്ചതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന ഈ വാട്സപ്പ് സന്ദേശം അല്ലെങ്കിൽ ഈ ആത്മഹത്യാക്കുറിപ്പ്. ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം അത് ഈ ഒരു മരിച്ച പ്രവർത്തകൻ്റെ ആത്മഹത്യ ചെയ്ത പ്രവർത്തകൻ്റെ പ്രത്യേക ഒരു കുറിപ്പാണ്. ഈ യഥാർത്ഥത്തിൽ BJP നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക അവരുടെ പ്രതികരണം ഔദ്യോഗിക വെർഷൻ അറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഇത് അതിദാരുണമായൊരു സംഭവം എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം സീറ്റ് നിഷേധിച്ചു എന്നതിനെ ചൊല്ലി ഒരു പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അത് BJP നേതൃത്വത്തെ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലുമാക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഇനി ഇതിൽ BJP നേതൃത്വം എന്ത് നിലപാട് അല്ലെങ്കിൽ എന്ത് മറുപടിയാകും നൽകേണ്ടത്, BJP എങ്ങനെ വിഷയത്തിൽ